വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇത് കുട്ടി ഷിപ്പിൽ കയറുന്നതിന് മുന്നേ ഉള്ളൊരു വീഡിയോ ആണ്. അതായത് മുംബൈയിലേക്ക് പോയി റിട്ടേൺ നാട്ടിലേക്ക് വരുന്ന സമയത്തുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എഡിറ്റിംഗ് ഒക്കെ കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ ഇപ്പോഴാണ് ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. ഹായ് ഹലോ വ്യൂവേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അഞ്ജലി ഡിലൈറ്റ്സ്. അങ്ങനെ രാവിലെ എണീറ്റു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈയിൽ നിന്ന് മുംബൈയിൽ വന്ന് ഫുള്ള് കറക്കം തന്നെയായിരുന്നു. മെഡിക്കലും അതും ഇതുമായിട്ട് ആകെ ക്ഷീണിച്ചു പോയി. അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് അപ്പോൾ കമ്പനിയിൽ നിന്ന് ഇന്ന് രാവിലെ പോകേണ്ടതായിരുന്നു. വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ പലക്കെ തേച്ചിട്ട് വേഗം റെഡിയായിട്ട് പോകേണ്ടതാണ്. അപ്പോൾ ഹോട്ടലിൽ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ കുളിച്ച് മാറ്റി. പിന്നെ തല തോർത്തുന്ന പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാണ്. എനിക്കില്ലെങ്കിൽ വേഗം തണുപ്പ് പിടിക്കും. അതുകൊണ്ട് വേഗം തന്നെ നല്ലപോലെ തല എല്ലാം തോർത്തി. എന്നിട്ട് അവരെ റിസപ്ഷനിൽ വിളിച്ചു പറഞ്ഞു എന്താ ഫുഡ് വേണ്ടതെന്ന്. അപ്പോൾ അവർ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളെ ഒന്ന് വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ ഫുഡിനൊക്കെ പറഞ്ഞ് എന്നിട്ട് അവർ പറഞ്ഞു ഓക്കെ, താഴെ കോമൺ ആയിട്ട് എവിടെയുണ്ട്, അപ്പോൾ അവിടെ വന്ന് ഭക്ഷണം കഴിച്ചാൽ മതിയെന്ന്. അപ്പോൾ എന്താണ്, അപ്പോൾ നമുക്കിന്ന് അറേഞ്ച് ചെയ്യാം, അത് പോകേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ സൺസ്ക്രീമാണ് ഞാൻ നോർമലി ഉപയോഗിക്കാറ്, വേറൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ സൺസ്ക്രീം നമുക്ക് തടവിയിട്ട് പിന്നെ ചെറുങ്ങനെ മുടിയൊക്കെ വാരിയിട്ട് അത്രയേ ഉള്ളൂ. പിന്നെ കമ്പനി പോകുന്നതുകൊണ്ട് ഷർട്ട് എന്തായാലും ഇടണം. പിന്നെ സിവിൽ ഡ്രസ്സിലേ പോകാൻ പാടുള്ളൂ. പിന്നെ വേറെ ഞാൻ ഷർട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ മറന്നുപോയി ശരിക്കും എന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ കരുതി ഇവിടുന്ന് പർച്ചേസ് ചെയ്യാമെന്ന്. അപ്പോൾ ഇത് അമ്മ എനിക്ക് ഓണത്തിന് വാങ്ങിച്ചു തന്ന ഷർട്ടായിരുന്നു. ഞാൻ കരുതുന്നത് ശരി ഇത് തന്നെ ഇട്ടിട്ട് പോകാം, വരനെ നോക്കണ്ട. അപ്പോൾ നാട്ടിലിപ്പോൾ മുംബൈയിൽ വലിയ എന്നാൽ വെയിലിപ്പോൾ തൽക്കാലത്തേക്ക് ഒന്നുമില്ല, ആകെ മഴയേ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും എന്നാൽ എപ്പോഴും ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ, അതുകൊണ്ട് ഉപയോഗിച്ചതേ ഉള്ളൂ. പിന്നെ മുടി വാരിയിട്ട് പോകണം, കാരണം കമ്പനി എടുക്കാൻ പറഞ്ഞതാണ് കോലം കെട്ടിയിട്ടൊന്നും വരരുതെന്ന്. അപ്പോൾ അതുകൊണ്ട് മുടിയൊക്കെ വാരി. പിന്നെന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ള പോലെ തന്നെ ഒരു സ്പ്രേ ഉണ്ട് അതിൻ്റെ എടുക്കുക. അപ്പോൾ ആ സ്പ്രേയും കൂടി അടിച്ചു. മറ്റേ നല്ല പരസ്യത്തിലും കാണുന്ന പോലെ ഒന്ന് ചുറ്റി അടിക്കാന്നെല്ലാം കരുതി മൊത്തമായിട്ട് അടിച്ച് കുളിപ്പിച്ച്. പിന്നെ ഇത് അടിച്ചിട്ട് എന്താ ഓടത്ത് പോയി കഴിഞ്ഞാൽ ഓള് ചീത്ത പറയും, കാരണം ഓൾക്കത് സ്മെല്ല് തീരെ പിടിക്കൂല, തലവേദന വരും. പിന്നെ എൻ്റെ ചെറിയൊരു സ്മാർട്ട് വാച്ച് ഉണ്ട്, അതും കെട്ടി. പിന്നെ കമ്പനീൻ്റെ പേപ്പേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വിസേൻ്റെ ഇതായിരുന്നു ഡേറ്റ്. അപ്പോൾ വിസേൻ്റെ ഉള്ള പേപ്പേഴ്സ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ വിസയിൽ പോയിട്ട് കാണിച്ചിട്ട് വേണം എന്താ പറയേണ്ടത്, എല്ലാം റെഡി ആയിട്ട് വേണം കമ്പനിയിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേഗം തന്നെ എന്തായി, അതിൽ കുറേ സൈനൊക്കെ ഇടാനുണ്ടായിരുന്നു. എഗ്രിമെൻറ്റ് പേപ്പർ ഉണ്ടായിരുന്നു, അപ്പോൾ ഡിക്ലറേഷൻ പേപ്പർ ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഫില്ല് ചെയ്യണം. അപ്പോൾ പ്രോപ്പറായിട്ട് എല്ലാം നോക്കി ഡേറ്റ് നോക്കിയിട്ടല്ലായിരുന്നു ഫില്ല് ചെയ്യേണ്ടത്. കാരണം എനിക്ക് ഇന്ന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിൽ കിട്ടുന്ന പോലെയാണ് എടുക്കുന്നത്. അപ്പോൾ ശ്രിങ്കൻ വിസക്കാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറേ പേപ്പർ ഉണ്ടായിരുന്നു, എല്ലാം സൈനിട്ടു, എല്ലാം ഇതാക്കി. എന്നിട്ട് എന്താ പറയുക, ഷൂ ഒക്കെ ഇട്ടു. പിന്നെ എന്ന് പറഞ്ഞാൽ ശ്രിങ്കൻ വിസക്ക് പോകുമ്പോഴും നമ്മളുടെ ഇതായിരുന്നു, എന്ത് വിസക്ക് പോകുമ്പോൾ നമ്മൾ ഭയങ്കര ഗെറ്റപ്പിലാണ് പോകേണ്ടത്. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ബെസ്റ്റ് ഇംപ്രഷൻ ആണല്ലോ. അപ്പോൾ അതുകൊണ്ടെന്ന് പറഞ്ഞാൽ നല്ല കൂട്ടാപ്പിയായി. അപ്പോൾ എല്ലാം റെഡിയായി. നമ്മൾ ഈ കൊലമാണ് ഇന്ന് ഞാൻ എന്താ പറയേണ്ടത് വിസക്ക് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ VFSൽ ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്. അപ്പോൾ ഡ്രൈവർ എല്ലാം റെഡി ആയിട്ടുണ്ട് പുറത്ത്. കമ്പനീൻ്റെ ഡ്രൈവർ തന്നെയായിരുന്നു. അപ്പോൾ ഇതാ എല്ലാം റെഡിയായി. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ലോക്കൊക്കെ ഇട്ടിട്ടായിരുന്നു ഞാൻ വെച്ചത്. പിന്നെ ഇത് ഇലക്ട്രിക്കൽ സെൻസർ ലോക്കൊക്കെയാണ്. അപ്പോൾ മൊത്തം സെൻസറിനെ കൊണ്ട് കളി തന്നെ ഇവിടെ. ഇതാണ് അതിൻ്റെ കീ. പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നമ്മളെ ഇത് റൂമിൻ്റെ എല്ലാം ഓഫ് ആവും. കേട്ടോ, ലൈറ്റ് ഓഫ് ആയതുണ്ടോ, എല്ലാം ഓഫായി. ഇത് കുറേ പേർക്ക് അറിയായിരിക്കും. അപ്പോൾ എനിക്ക് മുന്നേ ഒന്നും അറിഞ്ഞിട്ടില്ല, പിന്നെയാണ് ഇതറിഞ്ഞത്. അപ്പോൾ ഇനി എന്തായാലും ലിഫ്റ്റിലേക്ക് കൂടി നമുക്ക് പോകാം. എന്താ പറയുക, കമ്പനി പറഞ്ഞു ലഗേജ് എല്ലാം എടുത്തോ, കാറിൽ വെച്ചോളൂ. വിസയ്ക്ക് ശേഷം, വിസ കഴിഞ്ഞതിന് ശേഷം നേരെ കമ്പനിയിൽ വന്നിട്ട്, കമ്പനീൻ്റെ അടുത്ത് തന്നെയായിരുന്നു എയർപോർട്ട്. അപ്പോൾ കമ്പനിയിൽ തന്നെ വേഗം തന്നെ മറ്റുള്ള പേപ്പേഴ്സ് വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകാം. അപ്പോൾ ഫുഡിന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് താഴെ ബൊഫേ ആണല്ലോ, അപ്പോൾ ബൊഫേ ആയതുകൊണ്ട് താഴെ പോയാൽ മതി, അണ്ടർഗ്രൗണ്ടിലാന്ന് പറഞ്ഞു. അപ്പോൾ താഴേക്ക് ഇറങ്ങി, അതായത് ഹോട്ടലിൽ നിന്ന് താഴേക്ക് പോകണം അണ്ടർഗ്രൗണ്ടിൽ. അപ്പോൾ ഇതാണ് ബൊഫേ സിസ്റ്റം. അപ്പോൾ രാവിലെ തന്നെ ഞാനായിരുന്നു ഫസ്റ്റ് കസ്റ്റമർ, കാരണം വേറെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം വളരെ രാവിലെയായിരുന്നു. 7 മണിക്കെല്ലാം ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല എന്നിവിടെ പറഞ്ഞു. എന്നാൽ പോലും എനിക്ക് പോകേണ്ടതായതുകൊണ്ട് ഞാൻ എന്താ പറഞ്ഞിട്ട് അതുകൊണ്ട് വന്നതാണ്. അപ്പോൾ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ബൊഫേ ആയിട്ട്. വെജ് സാൻഡ്വിച്ചും നോൺ വെജ് സാൻഡ്വിച്ചും, അങ്ങനെ എന്താ പറയേണ്ടത്,
ലെമൺ റൈസ്, ദോശ, ചപ്പാത്തി, ഇഡ്ഡലി, സാമ്പാർ എല്ലാം തന്നെയുണ്ട്. ജ്യൂസും ഉണ്ട്, വെജിറ്റബിൾസും ഉണ്ട്, ഫ്രൂട്ട്സും ഉണ്ട്. എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാം. അപ്പോൾ എല്ലാം കൂടി രാവിലെ ഒരുമിച്ചിട്ട് കുത്തി കയറ്റാൻ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ പിസ്സ സെൻറ്ററിലെല്ലാം പോകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഡൈജഷൻ ആവില്ല. അതുകൊണ്ട് നമ്മൾ നോർമലായിട്ട് ഒരു ഇഡ്ഡലിയും സാമ്പാറും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കൂടി സലാഡും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ജ്യൂസാണ് പിന്നെ എടുത്തത്. അതായത് നമ്മളെ വത്തക്കേൻ്റെ ജ്യൂസാണ് എടുത്തത്. വേറൊന്നും ഞാൻ ചായയൊന്നും രാവിലെ കുടിച്ചിട്ടില്ല. കാരണം റൂമിൽ നിന്ന് തന്നെ എന്താ പറയുക ഹോട്ട് വാട്ടർ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു തണുപ്പെല്ലായതുകൊണ്ട് ഞാൻ കരുതി നമുക്ക് ഇതന്നെ കഴിക്കാമെന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചായ കുടിക്കാമെന്ന് കരുതി. ഇതായിരുന്നു ജ്യൂസ്. അപ്പോൾ വാട്ടർ മെലൻ്റെ ജ്യൂസും കഴിച്ചു. പിന്നെ രാവിലെ തന്നെ എൻട്രിയിൽ റിസപ്ഷനിൽ വന്നപ്പോൾ അവിടെ മറ്റേ പേപ്പറും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടാക്സി ഡ്രൈവർ മഴയായതുകൊണ്ട് കുറച്ച് പെട്ടിട്ടാവുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ പേപ്പറും വായിച്ചിട്ട് രാവിലെ തന്നെ ഇരുന്നു. യൂട്യൂബിൻ്റെ അഡ്വർടൈസ്മെൻ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്, പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം. അപ്പോൾ മൂപ്പർ വന്നു, കാറ് വന്നിട്ടുണ്ട്. അപ്പോൾ മൂപ്പർ വിളിച്ചപ്പോഴാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ ചെറിയ കുട്ടി ലഗേജുമാണ്. കണ്ടോ മഴ കണ്ടോ, ഭയങ്കര മഴയാണ്. മുംബൈയിൽ എന്ന് പറയുന്നത് ഈ സമയത്തൊന്നും പുറത്ത് പോകാൻ പറ്റില്ല. പിന്നെ മഴ വന്നു കഴിഞ്ഞാൽ മുംബൈ പോലുള്ള സിറ്റി അപ്പം തന്നെ ട്രാപ്പിലാവും. കാരണം എന്ന് പറഞ്ഞാൽ മഴ വന്നാൽ അപ്പം തന്നെ ഫുള്ള് എന്താ പറയുക ട്രാഫിക്കാണ്. ഇതങ്ങനെ VFSൽ എത്തി. ഇതാണ് ശൃംഗൻ വിസ സെൻറ്റർ. അപ്പോൾ അവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. വെറും ഡോക്യുമെൻറ്റ്സ് മാത്രമേ എടുത്തിട്ട് പോകാൻ പാടുള്ളൂ. ബാഗ് ഈ കാര്യങ്ങളിൽ ഇതുപോലെ ബാഗ് കാര്യങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന് വേറെ തന്നെ അവർ ഫീ ഈടാക്കും. കാരണം ഇതിൽ ലോക്കറിൽ വെക്കേണ്ടി വരും, സ്കാനും ചെയ്യണം. അപ്പോൾ ടൈം വേസ്റ്റ് ആവും. അപ്പോൾ ഈ ഒരു ചെറിയ സർട്ടിഫിക്കറ്റ് ഉള്ള ബാഗ് മാത്രം കൊണ്ടുപോവുക. അപ്പോൾ ഇങ്ങനെ ബാഗെല്ലാം കൊണ്ടുപോയവർക്ക് ലോക്കിൽ വെച്ചിട്ട് അതിന് എക്സ്ട്രാ പൈസ 500 റുപ്യ കൊടുക്കേണ്ടി വരും. അപ്പോൾ അകത്തെത്തിയപ്പോൾ ഇവിടെ ചായയും കാര്യങ്ങളെല്ലാം ഉണ്ട്, പേപ്പറൊക്കെ തന്നിട്ടുണ്ട്. ഇത് സീമാൻ്റെ ബെൽജിയത്തിന് മാത്രമായിട്ടുള്ള ഒരു സൈഡായിരുന്നു. അപ്പോൾ എല്ലാ സംഭവവും കഴിഞ്ഞു. അപ്പോൾ വിസ എല്ലാം സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് വിസ സെൻറ്ററിൻ്റെ പുറത്തേക്ക് എൻട്രിയാണ്, പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഇത് എക്സിറ്റ് വേ. അപ്പോൾ ആൾ റെഡിയാന്ന് പറഞ്ഞു. അവിടെ ഭയങ്കര മഴയായതുകൊണ്ട് കാറ് സൈഡിലായിട്ട് വെച്ചിരുന്നത്. അപ്പോൾ വേഗം തന്നെ ഓടിക്കേറി. അപ്പോഴേക്കും ഞാൻ മഴ നനഞ്ഞ് പണ്ടാറടങ്ങി. അങ്ങനെ മഴ നിൽക്കാണ്ട് പെയ്യുന്നുണ്ട്. നേരെ ഓഫീസിലേക്ക് അവിടുന്ന് പോയി. ഓഫീസിലെത്തിയപ്പോഴാണ് ഇതാണ് ഓഫീസ്. ഇവിടെ സ്റ്റാഫുകൾ നമ്മളെല്ലാം ഇരുന്നിട്ട് കാര്യങ്ങളെല്ലാം പേപ്പർ വർക്കെല്ലാം ചെയ്യേണ്ടതാണ്. ഡോക്യുമെൻറ്റ്സെല്ലാം സബ്മിറ്റ് ചെയ്തു. അവിടുത്തെ ഫിഷാണ് ഇത്. അങ്ങനെ വൈകുന്നേരമായി, ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ഓംലേറ്റും പിന്നെ ഒരു വടാപ്പാവ് പോലത്തെ ബ്രെഡും ഞാൻ ഓർഡർ ചെയ്തു. ഇത് സ്ട്രീറ്റ് ഫുഡായിരുന്നു. സോ അത് നല്ല അടിപൊളിയായിരുന്നു ഫുഡ്. അപ്പോൾ അതും കഴിച്ച് എന്നിട്ട് ഞാൻ കമ്പനിയിലെല്ലാം കാര്യവും പറഞ്ഞ്, അതായത് മെട്രോ സ്റ്റേഷൻ, കമ്പനീൻ്റെ അടുത്ത് തന്നെ മെട്രോ സ്റ്റേഷനായിരുന്നു. ഇവിടുന്ന് നേരെ കമ്പനിയും കാണാൻ പറ്റും. ഇതാണ് ആ കാണുന്ന ബ്ലൂ ആണ് ഓഫീസ്. അപ്പോൾ അതിലൊരു ഓഫീസ് എന്താ പറയുക 5th ഫ്ലോറിലാണ്. അപ്പോൾ മെട്രോ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇവിടുന്ന് കയറാനുണ്ട്. കാരണം മെട്രോ സ്റ്റേഷൻ ഏറ്റവും മേലെയാണ് ഉള്ളത്. അപ്പോൾ അവിടുന്ന് നല്ലപോലെ കയറാനുണ്ട്. പിന്നെ അതുപോലെ ലഗേജും കൂടി ഞാൻ ക്യാരി ചെയ്തുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ടിക്കറ്റ് നോക്കി. അപ്പോൾ ഇവിടുന്ന് എനിക്ക് റെയിൽവേ സ്റ്റേഷനിലാണ് പോകേണ്ടത്. അപ്പോൾ കാറിൽ പോയി കഴിഞ്ഞാൽ ഡ്രൈവർ പറഞ്ഞു, സാറേ എത്താൻ പറ്റില്ല, കാരണം വൈകിപ്പോയി. ഇനി മെട്രോയിൽ പിടിച്ചാൽ മാത്രമേ നമുക്ക് വേഗം എത്താൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ മെട്രോ വഴി കയറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ടിക്കറ്റ് എടുത്ത് അങ്ങനെ മെട്രോ സ്റ്റേഷൻ വഴി നമുക്ക് ഇറങ്ങിയിട്ട് 2 ട്രെയിന് കയറണം. ഇപ്പോൾ പോകേണ്ടത് മേലെ കൂടിയാണ് പോകേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സബ്വേയിലേക്ക് കൂടിയാണ് നമുക്ക് സ്റ്റേഷനിലേക്ക് പോകേണ്ടത്. സ്റ്റേഷൻ മീൻസ് ഇവിടെ ടെർമിനലിലേക്ക് പോകേണ്ടത്. അപ്പോൾ ട്രെയിന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ട്രെയിന് പടപടയുന്നുണ്ട് കേട്ടോ. റിലയൻസിൻ്റെയാണ് ഇതെല്ലാം ട്രെയിന്. അപ്പോൾ പെട്ടെന്ന് തന്നെ വേഗം തന്നെ മുംബൈ സിറ്റി അവിടെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഭയങ്കര ക്രൗഡ് തന്നെയാണ്. ഉള്ളിൽ ഇരിക്കാനൊന്നും സ്ഥലമൊന്നുമില്ല. പിന്നെ ബാഗും പിടിച്ചങ്ങനെ നിന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ എന്താ പറയുന്നത് 5 മിനിറ്റേ വേണ്ടൂ. അടുത്തത് ഞാൻ എന്താ പറയുക അന്തേരി സ്റ്റേഷനിലെത്തി. എല്ലാം ട്രെയിന്. അപ്പോൾ പെട്ടെന്ന് തന്നെ വേഗം തന്നെ മുംബൈ സിറ്റി അവിടെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ 5 മിനിറ്റേ വേണ്ടൂ. അടുത്തത് ഞാൻ നാല് സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇവിടുന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങണം. താഴെ കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു സബ്വേയൊക്കെ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി എക്സിറ്റ് ചെയ്തതിന് ശേഷം നേരെ സ്റ്റെപ്പ് താഴെ ഡബിൾക്ക് ബസ്സെല്ലാം മുംബൈയിൽ പണ്ടേ ഉള്ള ബസ്സാണ്. അപ്പോൾ മുംബൈയിൽ വന്നിട്ടായിരിക്കും മേൽ മെട്രോ സ്റ്റേഷനാണ്. താഴെ ഇറങ്ങണം. ഇറങ്ങി ഇതിലേക്ക് സബ്വേയിലാണത്. ഇത് നമ്മുടെ എയർപോർട്ടിലൊക്കെ പോകുന്ന പുതിയ ഓപ്പൺ ചെയ്ത മെട്രോ സ്റ്റേഷനാണ്. അപ്പോൾ സ്കാൻ ചെയ്യാൻ കഴിഞ്ഞു. ഇത് കണ്ടോ എത്ര താഴെ കാണുന്നില്ല. ഈ പാട് ശരിക്കും 3 അടിഞ്ഞ് താഴെ കാണുന്നുണ്ട്. നല്ല ഹൈറ്റാണ്. അപ്പോൾ എത്തി നമ്മൾ പ്ലെയിൻ കയറി കാത്തിരിക്കുകയാണ്. ഇത് ഫ്രഷ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ എല്ലാം പുതിയതാണ്. ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ
ഇപ്പോൾ ലോങ് ഗ്രീൻ സ്റ്റേഷൻ, അതായത് നമ്മളിലേക്ക് പോകുന്നത് ബ്ലൂ, താഴേക്ക് ഗ്രീൻ, അങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുക. പിങ്ക്, ബ്ലൂ, ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് ഓരോ ഭാഗത്തേക്ക് പോകും. ഇവിടെ പ്രത്യേകിച്ച് എയർപോർട്ടിൽ പോകുന്നത് പ്രത്യേകിച്ച് ആവുന്നില്ല, കാലിയാണ്, അതുകൊണ്ട് ഇരുന്നിട്ട് പോകാൻ പറ്റും. അപ്പോൾ അവിടെ ഏകദേശം ടെർമിനൽ 2 സെക്ഷൻ എയർപോർട്ട് ടെർമിനൽ 2, ടെർമിനൽ 1, ടെർമിനൽ 2 ഞാൻ ഇറങ്ങി. ഫ്ലൈറ്റ് അവിടെ കൂടുന്നത് ഇറങ്ങിയതുപോലെ നേരെ കയറാണ്ട്. അപ്പം നേരെ കയറി അപ്പം മെയിൻ എൻട്രിയിലെത്തി. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്, എനിക്ക് ഒരു പിള്ളേർ കിട്ടുന്നില്ല, അങ്ങനെ ചോദിച്ചാൽ പോയി കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി. അപ്പോൾ ഇതാണ് ലിഫ്റ്റിൽ കൂടി ഇനിയായിട്ട് പോകുന്നത് പറഞ്ഞത്. അപ്പോൾ ഇനി അന്നേരം മാത്രമേ എയർപോർട്ട് ടെർമിനൽ 2 എത്താൻ പറ്റൂ. അന്ന് കുറേ നടക്കാറ് ലിഫ്റ്റ് ഇങ്ങനെ അടുത്ത ഇവെല്ലാം കണ്ടുപോയി നിൽക്കുകയാണ്. അപ്പോൾ ഗ്രൗണ്ടിലാണ് ഞാൻ നോക്കിയത്, ഗ്രൗണ്ടിൽ എത്തിയില്ല. അപ്പോൾ ഏതായിട്ട് നോക്കിയിട്ട് അങ്ങനെ എത്തി. അപ്പോൾ ഇവിടെ നോക്കി നേരെ ഓപ്പോസിറ്റ് ലിഫ്റ്റിൻ്റെ ഓർത്ത് ഞാൻ കൺഫ്യൂസ് ആയി പോയി. പിന്നെ ഇവിടെ കറക്റ്റായിട്ട് നമ്മുടെ CS ടെർമിനലിലേക്കുള്ള എല്ലാം കാണിച്ചിട്ടുണ്ട്. നല്ല ഗ്രീനിഷ് ആയി എയർപോർട്ടിൻ്റെ എൻട്രിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏറ്റവും താഴെയാണ് എയർപോർട്ട് മേലാണുള്ളത്. ഇനിയും എയർപോർട്ടിലേക്ക് പോകണം, ഇനിയും ഇറക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ നടക്കാറില്ല, ചേച്ചി നടക്കുന്ന പറഞ്ഞാൽ വലിയ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അവിടെ ഇവിടെ ചോദിച്ചു ഇങ്ങോട്ട് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു തന്നു അതിലേക്ക് കൂടെ കൊണ്ടുവരൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ പറഞ്ഞു ഇവിടെ NS എന്ന് പറഞ്ഞാൽ അവിടെയാണ് കൊണ്ടത്. എനിക്ക് ഇവിടെ എന്ത് ഡ്രസ്സ് അറിയാം. എന്നിട്ട് ഞാൻ ഫുൾ എസ്കലേറ്റർ ഒക്കെ തന്നെയായിരുന്നു. എസ്കലേറ്റർ കയറില്ല, പിന്നെ ലിഫ്റ്റ് കിട്ടൂല, അതാണ് മെയിൻ. ഇത്രയും ക്രൗഡാണ്. അപ്പോൾ അങ്ങനെ എയർപോർട്ടിൻ്റെ അടുത്ത് എൻ്റെ ശരിക്കും പറഞ്ഞാൽ ശരിക്കും എൻട്രി ചെയ്യുന്നതാണ്. അപ്പോൾ ഡിപ്പാർട്ട് അറിയുമ്പോൾ എല്ലാം അപ്പം ഇപ്പം ആയിട്ട് കൊടുത്ത് കുറേ പോർട്ട് മെയിൻ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ അങ്ങനെയുണ്ട്, പ്ലസ് മുന്നോട്ട് ആയിട്ടുണ്ട്. ഞാൻ വേഗം തന്നെ എന്താ പറയുന്നത് ഭാഗത്ത് കയറാനായി. ആ ടിക്കറ്റ്സ് നോക്കി എല്ലായിടത്തും പോലെ തന്നെ നല്ല ക്യൂ തന്നെ ആയിരുന്നു. കുറേ തവണ ശേഷം ഞാൻ ആദ്യം കയറി. അപ്പോൾ ചെക്ക് ചെയ്യാൻ പക്ഷേ ഒരു ഇലക്ട്രോണിക് ഇതുണ്ട്, അപ്പോൾ എനിക്ക് ചെയ്യാമെന്ന് അവിടെ കുറച്ച് കൂടെയും ആ മെഷീൻ പിന്നെ വർക്കാകുന്നില്ല. അപ്പോൾ ഞാൻ ഇൻഡിഗോ എടുക്കും പറഞ്ഞിട്ട് ഞാൻ ടിക്കറ്റും പിന്നെ അതേപോലെ ചെക്കിനൊക്കെ ചെയ്തു. ഞാൻ അവിടെ ആ ടിക്കറ്റ് കിട്ടി നടത്തായി. അപ്പോൾ ഇവിടെ സ്കാൻ ചെയ്തിട്ട് അകത്തേക്ക് കയറും. അകത്തേക്ക് കയറ്റി ഇതായി. ഇപ്പോൾ പിന്നെ താഴെ കറങ്ങുമ്പോഴും അപ്പോൾ മേലേക്ക് ഞാൻ മേലേക്ക് എന്തിനാണ് മേലേക്ക് ഇറങ്ങി അങ്ങനെ വ്യൂ ഒക്കെ കണ്ടു. അകത്തേക്ക് തന്നെ കുറേ ഇവിടെ വ്യൂ എല്ലാം ഉണ്ട്. ഫസ്റ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മുമ്പേ എല്ലാ വ്യൂസും. മുമ്പേ ചെയ്യുന്ന വലിയ എയർപോർട്ടാണോ നടക്കാൻ കഴിഞ്ഞാൽ തീരാതെ നടക്കും. കാരണം 100 ഗേറ്റ് അങ്ങനെ എത്ര ഗേറ്റാണെന്ന് അറിയില്ല. ഇവൻ്റെ 75 പറഞ്ഞ കിട്ടിയിരിക്കുന്നത് ഈ നടത്തായി. ആ സമയം എല്ലാം കഴിഞ്ഞ് പഴുതാക്കി കയറാനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ലേറ്റ് ആകുമ്പോൾ എനിക്ക് കുറച്ച് നിൽക്കുന്ന സമയം കിട്ടില്ല. വേഗം ഡയറക്റ്റായിട്ട് പോകണമായിരുന്നു. അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ ആയിട്ട് വേഗം തന്നെ ഫ്ലൈറ്റിലേക്ക് എത്തി. അവിടെ തന്നെ രണ്ടാം മണിയാണ് അവിടെ നിന്നതേ ഉള്ളൂ. കാരണം അതുകൊണ്ട് തന്നെ 10 മിനിറ്റ് ഫ്ലൈറ്റ് ഡിലേ ആയി. അങ്ങനെ കുത്തിക്ക് നേരെ എയർപോർട്ടിൻ്റെ അകത്തുനിന്ന് ഫ്ലൈറ്റിലേക്ക് കയറി. ആ ഫ്ലൈറ്റിലേക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ എനിക്ക് ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ കമ്പനി തന്നെ പ്രോവൈഡ് ചെയ്യില്ല, കമ്പനി തന്നെയാണ്. അപ്പോൾ ഞാൻ ചിലവില്ല, എല്ലാം കമ്പനി തന്നെയായിരുന്നു എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്നാക്സും ബിസ്ക്കറ്റ്സും ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെറുതെ പോലെ ദിവസം തന്നിട്ടുണ്ട്. പക്ഷേ നല്ല രസവും കാണാൻ ചാനൽ രസമുണ്ട്. അങ്ങനെ ഏകദേശം ഞാൻ നാട്ടിലേക്ക് തറയി മംഗലാപുരത്തി മംഗലാപുരത്ത് പുറത്തേക്ക് ഇറങ്ങി രാത്രിയായി. ഇവിടത്തേക്കും ഇനിയിപ്പോൾ മംഗലാപുരത്ത് എങ്ങനെ ഭഗവാനെ കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നടന്നു. പിന്നെ ബാഗേജ് കൊണ്ട് നടത്താൻ ഇവിടെ നടത്തു. പിന്നെ കുറച്ച് നടക്കാനുള്ള മലമ്പേ പോലെ എഴുതുന്ന. അപ്പോൾ അതാണ് ടെർമിനലിൻ്റെ വ്യൂ. അപ്പോൾ ഇത് നല്ല അടിപൊളി തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്, ഇവിടെ പോകേണ്ടതെല്ലാം കാണിച്ചിട്ടുണ്ട്. ദൈവത്തിനും ഇവിടെ ട്രഡീഷണൽ എല്ലാം അടിപൊളിയായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ ഫോട്ടോ കാര്യം. അപ്പോൾ ലഗേജ് ഇടാൻ വേണ്ടി പോവുകയാണ്. ലഗേജ് ലഗേജിൻ്റെ പെട്ടെന്ന് എത്തിയാണ്. അപ്പോൾ അതും റിസീവ് ചെയ്ത് ഞാൻ പുറത്ത് നടന്നു. അപ്പോൾ എക്സിറ്റ് വഴി പുറത്തേക്ക് കണ്ടിട്ട് ഇവിടുന്ന് പുറത്തേക്ക് നമ്മൾ ടാക്സിക്ക് ബുക്ക് ചെയ്യണം. കാരണം ഇവിടെ അങ്ങനെ ഡയറക്റ്റായിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ടാക്സി ഇവിടെ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 300 രൂപയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എനിക്ക് വാങ്ങിച്ചത്. അപ്പോൾ ടാക്സി ഇവിടെ നേരെയായി വന്നിരിക്കണം. എനിക്ക് ടാക്സിക്ക് എൻ്റെ നമ്പർ ഉണ്ട്, നമ്മൾ വേറെ ചെയ്യുമ്പോൾ തന്നെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് കൊടുത്തു കൂട്ടപ്പാണ്ട് അവരെ കൊണ്ടുപോകണം. അത് വിൻകൃഷ്ണൻ്റെ പരിപാടിയാണ് എല്ലായിടത്തും. അപ്പോൾ ഭയങ്കര തിക്കി തിരക്കിൻ്റെ അവിടെ പറഞ്ഞില്ല. ഞാൻ ഡീമൊക്കെ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഡീമിലേക്ക് ആദ്യമാക്കി ഈ നാട്ടിലേക്ക് അവിടെ ഇവിടെ പോകില്ല. അപ്പോൾ ഡിമാൻഡ് ഞങ്ങളുടെ ഗ്രൂപ്പുണ്ട്. അതിൻ്റെ ഇവിടെ പർച്ചേസ് ചെയ്തിട്ട് ഇവിടെ ട്രെയിൻ വെച്ചിട്ട് പോകേണ്ടത്. രാത്രിയായി 10 മണി ഡിമാർട്ട് പെട്ടെന്ന് സാധനം വാശി ഇറങ്ങി പുറത്തേക്ക്. അതാണ് ഞാൻ കൃഷ്ണ ചെയ്യാണ്. ഇവിടെ പരിപാടി അത് ഫുൾ പ്രോഗ്രാമായിട്ട് ഫുൾ ആൾക്കാർ കൂട്ടാൻ പുറത്ത് പോകില്ല. ഇത് വാങ്ങി പരിപാടിയാണ് കൃഷ്ണജയന്തി. അപ്പോൾ ട്രെയിനിലേക്ക് തൂക്കിയിട്ട് അവിടെ വലിയ പരിപാടി നടത്തി നാട്ടിൽ ഓരോ ഓരോ ടീം വലിയ പൈസ നോക്കിയിട്ടാണ് കൃഷ്ണജയന്തിൻ്റെ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോഴത്തേക്കും നല്ല രാത്രി ഷെഫായി അവിടെ ഒരു ഹോട്ടലിലേക്ക് പറ്റുവരെ നടന്നു കൊടുക്കുന്നത്. കാരണം ഈ അതിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ഷവർമ മുടയും പിന്നെ ചപ്പാത്തി നമുക്ക് നല്ലപോലെ ഫുഡ് കഴിച്ചു. കുറച്ച് ദിവസം നേരം കേരള ട്രഡീഷണൽ ഫുഡ് കിട്ടി സമാധാനമായി. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ റെയിൽവേ സ്റ്റേഷനാണ് കൂട്ടങ്ങളോട് കൂട്ടം ട്രെയിൻ വന്നില്ല. അപ്പോൾ 11:45 ട്രെയിൻ വരുന്നത്. അപ്പോൾ അതിന് കാത്തുനിന്ന് ട്രെയിൻ ബുക്ക് ചെയ്തായിരുന്നു. ഞാൻ ഈസി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി എത്തി. അപ്പോൾ ഇനി നമുക്ക് ട്രെയിനിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ട്രെയിൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് തമിഴ്നാട്ടിലേക്ക് പോകുന്ന ട്രെയിനാണ്. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വലിയ അതിലാണ് ഇവിടെ അങ്ങനെ ഏരിയ വരെ ഉള്ളൂ. അപ്പോൾ എൻ്റെ 33 നമ്പർ സീറ്റ് കിട്ടി. അപ്പോൾ എനിക്ക് സീറ്റ് തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ വെച്ച് കുറച്ച് നടന്നു വിചാരിച്ചു. കാരണം 2 മണിക്കൂറാവും നമുക്ക് കണ്ണുവെത്തണമെങ്കിൽ. അപ്പോൾ ഞാൻ വേഗം ലൈനിൽ ഓർക്കാൻ നടന്നു. അങ്ങനെ
പോകാൻ കഴിയില്ല, എനിക്കാണ് ഡിമാർട്ടിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡിമാർട്ടിലേക്ക് എനിക്ക് ആദ്യം ആക്കി, അപ്പോൾ ഇനിയും നാട്ടിലേക്ക് അവിടെ ഇവിടെയും പോകാൻ കഴിയില്ല. അപ്പോൾ ഡിമാർട്ട് മുംബൈ മംഗലാപുരം ഉള്ളതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് ഇവിടുന്ന് ട്രെയിനും പിടിച്ചിട്ട് പോകേണ്ടതാണ്. അപ്പോൾ രാത്രി ആയിപ്പോയി, 10 മണി വരെ ഡിമാർട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ തിരക്കിട്ട് സാധനങ്ങളെ വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കൃഷ്ണ ജയന്തിയാണെന്ന്. അപ്പോൾ ഇവിടെ പരിപാടി ആയതുകൊണ്ട് ഫുള്ള് പ്രോഗ്രാം ആയതുകൊണ്ട് ഫുള്ള് ആൾക്കാരെ കൂട്ടാണ്, ഇതിലേക്ക് കൂടി നിന്ന് വണ്ടി എടുത്ത് പോകാൻ കഴിയില്ല. ഇതുണ്ട് ഈ പാനി കല പൊട്ടിക്കൽ പരിപാടിയാണ് കൃഷ്ണ ജയന്തിൻ്റെ. അപ്പോൾ വലിയ ക്രെയിനിലേക്ക് തൂക്കിയിട്ടാണ് ഉള്ളത്, വലിയ പരിപാടിയാക്കിയിട്ട് നടത്തുകയാണ്. ആൾക്കാർ ഓരോ ഭാഗത്തും ഓരോ ടീം വലിയ വലിയ പൈസ ചിലവാക്കിയിട്ടാണ് ഈ കൃഷ്ണ ജയന്തിൻ്റെ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് നല്ല രാത്രിയായി, വിശപ്പായി. നേരെ അവിടെയുള്ളൊരു ഹോട്ടലിൽ കയറി, മലയാളി ഹോട്ടലിൽ. അപ്പോൾ രാത്രി വരെ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കാരണം ഈ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ പറയുന്നത്, ഷവർമ ഓർഡർ ചെയ്തു, പിന്നെ ഒരു ചപ്പാത്തി, പിന്നെ മുട്ടക്കറി. അപ്പോൾ നല്ലപോലെ ഫുഡ് കഴിച്ചു. നമ്മളെ കുറച്ച് ദിവസത്തിന് ശേഷം കേരള ട്രഡീഷണൽ ഫുഡ് കിട്ടി, സമാധാനമായി. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ്, റെയിൽവേ സ്റ്റേഷനാണ് കൂട്ടങ്ങളോട് കൂട്ടം, ട്രെയിൻ ഇനിയും വന്നിട്ടില്ല. അപ്പോൾ 11:45 നമുക്ക് ട്രെയിൻ വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി കാത്തുനിന്നു. ട്രെയിൻ ബുക്ക് ചെയ്തായിരുന്നു ഞാൻ, AC 3rd AC ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ വണ്ടി എത്തി. അപ്പോൾ ഇനി നമുക്ക് ട്രെയിനിലേക്ക് അങ്ങ് പ്രവേശിക്കാം. അപ്പോൾ ട്രെയിൻ കാലി ട്രെയിനാണ്, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, തമിഴ്നാട്ടിലേക്ക് പോകുന്ന ട്രെയിനാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് വലിയ തിക്കും തിരക്കൊന്നുമില്ല, കാലിയാണ്. ഇവിടുന്ന് മംഗലാപുരത്ത് നിന്ന് കയറിയവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ എൻ്റെ ബുക്ക് ചെയ്ത 33-ാം നമ്പർ സീറ്റ് കിട്ടി. അപ്പോൾ വിൻഡോ സീറ്റ് തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്താക്കി, വേറെ ഒന്നും നോക്കിയില്ല, വേഗം തന്നെ ലഗേജും വെച്ച് കുറച്ച് സമയം കടന്നുറങ്ങാൻ വിചാരിച്ചു. കാരണം 2.5 മണിക്കൂറാവും നമുക്ക് കണ്ണൂർ എത്തണമെങ്കിൽ. അപ്പോൾ ഞാൻ എന്താക്കി, വേഗം തന്നെ ലൈറ്റെല്ലാം ഓഫാക്കി ഞാൻ കടന്നു. അങ്ങനെ നമ്മളെ കണ്ണൂർ സ്റ്റേഷനിലെത്തി. ഓ, സമാധാനമായി. സ്റ്റേഷനിലെത്തുമ്പോഴേക്കും വേഗം തന്നെ പുറത്തിറങ്ങി ഒരു ഓട്ടോ ബുക്ക് ചെയ്തിട്ട് ഓട്ടോ മീറ്റർ ചാർജാന്ന് പറഞ്ഞു. അപ്പോൾ മീറ്ററിന് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ് 30 ഉറുപ്പിക ഇട്ടു. അപ്പോൾ രാത്രി എത്രയാവാമെന്ന് അറിയില്ല, എന്നാലും വീട്ടിൽ പോയി എത്തുമ്പോഴത്തേക്ക് നമുക്കറിയാം, കാരണം റിട്ടേൺ ചാർജും കൂടി കൊടുക്കേണ്ടി വരും. വീട്ടിലെത്തുമ്പോഴത്തേക്കും ഏകദേശം 2:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം വീട്ടിൻ്റെ എത്താറായി. അപ്പോൾ പൊന്നൂസിൻ്റെ വീട്ടിൽ ഇങ്ങനെ നോക്കി, അപ്പോൾ കുഞ്ഞുമോളും അമ്മയും ആടെയാണ് ഉള്ളത്. അപ്പോൾ അവിടെ ഫുള്ള് ഇരുടാണ്, ഇപ്പോൾ കണ്ടിട്ടില്ലേ, ഫുള്ള് ഇരുടാണ്. അപ്പോൾ ഇവിടുന്ന് അടുത്ത് തന്നെയായിരുന്നു വീട്. അങ്ങനെ വീട്ടിലേക്ക് എത്തി. ബില്ലടച്ചപ്പോഴത്തേക്കും 250 ഉറുപ്പികയായിരുന്നു ആയത് ഓട്ടോ ചാർജ്. വീട്ടിലെത്തി, ഒരു ചെറിയ ലൈറ്റ് മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കോളിംഗ് ബെൽ അടിച്ചപ്പോഴാണ് അമ്മ വന്ന് തുറന്നു. അങ്ങനെ ഞാൻ റൂമിലേക്ക് എത്തി. അങ്ങനെ ഫൈനലി വീട്ടിലെത്തിയിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ കുറേ ലോങ് ട്രാവലിന് ശേഷം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്. എല്ലാം ട്രെയിന്. അപ്പോൾ പെട്ടെന്ന് തന്നെ വേഗം തന്നെ മുംബൈ സിറ്റി അവിടെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അവിടെ 5 മിനിറ്റേ വീടൂ, അടുത്ത് ഞാൻ നാല് സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇവിടുന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങണം. അത് കഴിഞ്ഞ് അവിടെ ഒരു സബ്വേയൊക്കെ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി എക്സിറ്റ് ചെയ്തതിന് ശേഷം നേരെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ ഡബിൾക്ക് ബസ്സെല്ലാം മുംബൈയിൽ പണ്ടേ ഉള്ള ബസ്സാണ്. അപ്പോൾ മുംബൈയിൽ വന്നിട്ടായിരിക്കും മേലെ മെട്രോ സ്റ്റേഷനാണ്, താഴെ ഇറങ്ങണം. ഇറങ്ങി ഇതിലേക്ക് സബ്വേയിലാണുള്ളത്. ഇത് നമ്മുടെ എയർപോർട്ടിലേക്ക് പോകുന്ന പുതിയ ഓപ്പൺ ചെയ്ത മെട്രോ സ്റ്റേഷനാണ്. അപ്പോൾ സ്കാൻ ചെയ്യാൻ കഴിഞ്ഞു. ഇതിലുണ്ട് എത്ര താഴെ ഇല്ല, ഈ പാട് ശരിക്കും എല്ലാവരുടെ 3 അടിയും താഴെ നല്ല ഹൈറ്റാണ്. അപ്പോൾ എത്തി നമ്മൾ ട്രെയിൻ കാത്തിരിക്കുകയാണ്. പുതിയതായിട്ട് ഫ്രഷ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ എല്ലാം പുതിയതാണ്, ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഇപ്പോൾ ലോങ് ഗ്രീൻ സ്റ്റേഷൻ, അതായത് അതിലേക്ക് പോകുന്നത് ബ്ലൂ, താഴേക്ക് ഗ്രീൻ, അങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുക. പിങ്ക്, ബ്ലൂ, ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് ഓരോ ഭാഗത്തേക്ക് പോകുന്നത്. ഇവിടെ പ്രത്യേകിച്ച് എയർപോർട്ടിൽ പോകുന്നത് പ്രത്യേകിച്ച് ആവുന്നില്ല, കാലിയാണ്, നമുക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ അവിടെ ഏകദേശം ടെർമിനൽ 2 സെക്ഷൻ എയർപോർട്ട്, ടെർമിനൽ 2, ടെർമിനൽ 1, ടെർമിനൽ 2 ഞാൻ ഇറങ്ങി. ഫ്ലൈറ്റ് അവിടെ കൂടുന്നത് ഇറങ്ങിയതുപോലെ നേരെ കയറാണ്ട്. അപ്പോൾ നേരെ കയറി അപ്പോൾ എൻട്രി കയറി. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്, എനിക്ക് കൂടി കിട്ടില്ല, അങ്ങനെ ചോദിച്ചിട്ടാണ് പോയി വിടുന്നത്. അപ്പോൾ എനിക്ക് ഏകദേശം മെസ്സേജ്, അപ്പോൾ ഇതാണ് ലിഫ്റ്റിൽ കൂടി ഇനിയായിട്ട് പോകുന്നത് പറഞ്ഞത്. അപ്പോൾ ഇനി അന്നേരം മാത്രമേ എയർപോർട്ട് ടെർമിനൽ 2 എത്താൻ പറ്റൂ. അതൊന്നും കുറേ നടക്കാണ്ട് ലിഫ്റ്റിൽ ഇങ്ങനെ അടുത്ത വ്യൂവെല്ലാം കണ്ടുപോയി നിൽക്കുകയാണ്. അപ്പോൾ ഗ്രൗണ്ടിലാണ് ഞാൻ നമുക്ക് ഗ്രൗണ്ടിൽ എത്തിയില്ല. അപ്പോൾ ഏതാ നോക്കിയിട്ട് അങ്ങനെ എത്തി. അപ്പോൾ ഇവിടെ നോക്കി നേരെ ഓപ്പോസിറ്റ് ലിഫ്റ്റിൻ്റെ ഡോർ ഞാൻ കൺഫ്യൂസ് ആയി പോയി. പിന്നെ ഇവിടെ കറക്റ്റായിട്ട് നമ്മുടെ CS ടെർമിനലിലേക്കുള്ള എല്ലാം കാണിച്ചിട്ടുണ്ട്. നല്ല ഗ്രീനിഷ് ആയി എയർപോർട്ടിൻ്റെ എൻട്രി ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏറ്റവും താഴെയാണ് എയർപോർട്ട് മേലാണുള്ളത്. ഇനിയും എയർപോർട്ടിൽ പോകണം, ഇനിയും ഇറക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ നടക്കാതെ ലഗേജ് നടക്കുന്ന പറഞ്ഞാൽ വലിയ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അവിടെ ഇവിടെ ചോദിച്ചു ഇങ്ങോട്ട് ചെയ്യാണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു തന്നു അതിലേക്ക് കൂടെ കൊണ്ടുവരൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ പറഞ്ഞു ഇവിടെ 10S എന്ന് പറഞ്ഞാൽ അവിടെയാണ് കൊണ്ടത്. എനിക്ക് ഇവിടെ എന്ത് ഡ്രസ്സ് അറിയാം. ഫുൾ എസ്കലേറ്റർ ഒക്കെ തന്നെയായിരുന്നു. എസ്കലേറ്റർ കയറി
പിന്നെ ലിഫ്റ്റ് കിട്ടൂല, അതാണ് മെയിൻ, ഇത്രയും ക്രൗഡാണ്. അപ്പോൾ അങ്ങനെ എയർപോർട്ടിൻ്റെ അടുത്ത് എൻ്റെ അമ്മോ ശരിക്കും പറഞ്ഞാൽ ശരിക്കും എൻട്രി ചെയ്യുന്നതാണ്. അപ്പോൾ ഡിപ്പാർച്ചർ അറൈവലും എല്ലാം അപ്പം ഇപ്പം ആയിട്ട് കൊടുത്തത് കുറേ പോർട്ട് മെയിൻ താഴെയായിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ അങ്ങനെയുണ്ട്, പ്ലസ് അങ്ങോട്ടും ആയിട്ടുണ്ട്. ഞാൻ വേഗം തന്നെ എന്താ പറയുന്നത് അകത്ത് കയറാനായി. ആ ടിക്കറ്റ്സ് നോക്കി എല്ലായിടത്തും പോലെ തന്നെ നല്ല ക്യൂ തന്നെ ആയിരുന്നു. കുറേ തവണ ശേഷം ഞാൻ അകത്ത് കയറി. അപ്പോൾ ചെക്ക് ചെയ്യാൻ ഒരു ഇലക്ട്രോണിക് ഇതുണ്ട്, ഓൾറെഡി നിങ്ങൾക്ക് ചെയ്യാമെന്ന് അവിടെ കുറച്ച് കൊടുക്കും. ആ മെഷീൻ പിന്നെ വർക്കാകുന്നില്ല. അപ്പോൾ മാനുവൽ ഞാൻ ഇൻഡിഗോ ടീമെടുത്ത് പറഞ്ഞിട്ട് ഞാൻ ടിക്കറ്റും പിന്നെ അതേപോലെ ചെക്കിനൊക്കെ ചെയ്യും. അവിടെ ആ ടിക്കറ്റ് കിട്ടി അതേ നടത്തായി. അപ്പോൾ ഇവിടെ സ്കാൻ ചെയ്തിട്ട് അകത്തേക്ക് കയറും. അകത്തേക്ക് കയറ്റി ഇതായി. ഇപ്പോൾ പിന്നെ താഴെ ഇറങ്ങുമ്പോഴും അപ്പോൾ മേലേക്ക് ഞാൻ മേലേക്ക് എന്തിനാണ് മേലേക്ക് ഇറങ്ങി അങ്ങനെ വ്യൂ ഒക്കെ കാണും. അപ്പോൾ തീരെ തന്നെ കുറേ വ്യൂ എല്ലാം ഉണ്ട്. ഫസ്റ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പേ എല്ലാ വ്യൂസും. മുമ്പേ ചെയ്യുന്ന എയർപോർട്ടാണോ നടക്കാൻ കഴിഞ്ഞാൽ തീരാതെ നടത്തായിരിക്കും. കാരണം 100 ഗേറ്റ് അങ്ങനെ എത്ര ഗേറ്റാണെന്ന് അറിയില്ല. ഇവൻ്റെ 75 നമ്പർ അങ്ങനെ കിട്ടിയിരിക്കുന്നത്. ഈ നടത്തായി അവസാനം എല്ലാം കഴിഞ്ഞതായിട്ട് കയറാനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ലേറ്റ് ആകുമ്പോൾ എനിക്ക് കുറച്ച് നിൽക്കുന്ന സമയം കിട്ടില്ല. വേഗം ഡയറക്റ്റായിട്ട് പോകണമായിരുന്നു. അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ വേഗം തന്നെ ഫ്ലൈറ്റിലേക്ക് എത്തി. ഇവിടെ തന്നെ കണ്ടാൽ മഴയാണ്, മഴ നിന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 10 മിനിറ്റ് ഫ്ലൈറ്റ് ഡിലേ ആയി. അങ്ങനെ കുത്തിക്ക് നേരം എയർപോർട്ടിൻ്റെ അകത്തുനിന്ന് ഫ്ലൈറ്റിലേക്ക് കയറി. ആ ഫ്ലൈറ്റിലേക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ എനിക്ക് ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ കമ്പനി തന്നെ പ്രോവൈഡ് എല്ലാം കമ്പനി തന്നെയാണ്. ഒന്നും ഞാൻ ചിലവില്ല, എല്ലാം കമ്പനി തന്നെയായിരുന്നു എത്തിക്കുന്നത്. അപ്പോൾ സ്നാക്സും ബിസ്ക്കറ്റ്സും ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ബർഗർ പോലെ ദിവസം തന്നിട്ടുണ്ട്. പക്ഷേ നല്ല രസവും കാണാൻ രസമുണ്ട്. അങ്ങനെ ഏകദേശം ഞാൻ നാട്ടിലേക്ക് തറയി മംഗലാപുരത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. രാത്രിയായി ഇവിടത്തേക്കും. ഇനിയിപ്പോൾ മംഗലാപുരത്ത് എങ്ങനെയാണ് ഭഗവാനെ കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നടന്നു. പിന്നെ ബാഗ് മേടിക്കാൻ നടത്താൻ ഇപ്പോൾ ഇവിടെ നടത്തും. പിന്നെ കുറച്ച് നടക്കാനുള്ള മലമ്പേ പോലെ എഴുതുന്നതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ യു. അപ്പോൾ ഇത് നല്ല അടിപൊളി തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്, എവിടെ പോകേണ്ടതെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനും അതുപോലെ ഇവിടെ ട്രഡീഷണൽ എല്ലാം അടിപൊളിയായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ ഫോട്ടോയും കാര്യങ്ങൾ. അപ്പോൾ ലഗേജ് കിട്ടാൻ വേണ്ടിയാണ് ലഗേജ് ലഗേജിൻ്റെ പെട്ടെന്ന് എത്തിയിടാം. അപ്പോൾ അതും റിസീവ് ചെയ്ത് ഞാൻ പുറത്ത് നടക്കും. അപ്പോൾ സീറ്റ് വഴി പുറത്തേക്ക് കണ്ടിട്ട് ഇവിടുന്ന് പുറത്തേക്ക് പണം ടാക്സിക്ക് ബുക്ക് ചെയ്യണം. കാരണം ഇവിടെ അങ്ങനെ ഡയറക്റ്റായിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ടാക്സി ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 300 രൂപയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എനിക്ക് വാങ്ങിച്ചത്. അപ്പോൾ ടാക്സി ഇവിടെ നിലയായി വന്നിരിക്കണം. എനിക്ക് ടാക്സിക്ക് അതിൻ്റെ നമ്പർ ഉണ്ട്, നമ്മൾ വേറെ ചെയ്യുമ്പോൾ കാര്യങ്ങൾ അതിലുണ്ടാവും. അപ്പോൾ അവർ കൊടുത്തപ്പാണ്ട് അവരെ കൊണ്ടുപോകാത്ത വിൻകൃഷ്ണൻ്റെ പരിപാടിയാണ് എല്ലായിടത്തും. അപ്പോൾ ഭയങ്കര തിരക്കിൻ്റെ അവിടെ തുടങ്ങില്ല. ഞാൻ ഡീമൊക്കെ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഡീമിലേക്ക് ആദ്യമാക്കി ഈ നാട്ടിൽ അവിടെ ഇവിടെ പോകില്ല. അപ്പോൾ ഡിമാൻഡ് ഞങ്ങളുടെ ഗ്രൂപ്പുണ്ട്. അതിൻ്റെ ഇവിടെ പർച്ചേസ് ചെയ്തിട്ട് ഇവിടെ ട്രെയിൻ വെച്ചിട്ട് പോകേണ്ടത്. രാത്രി 10 മണി വരെ ഡിമാർട്ട് പെട്ടെന്ന് സാധനം വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് അത് ഞാൻ അവർക്ക് കൃഷ്ണ ചെയ്യാൻ ഇവിടെ പരിപാടി ആകുമ്പോൾ ഫുൾ പ്രോഗ്രാം ആയിട്ട് ഫുൾ ആൾക്കാർ കൂട്ടാണെങ്കിലും പുറത്ത് പോകില്ല. ഇത് വാങ്ങി അങ്ങനെ പരിപാടിയാണ് കൃഷ്ണ ചെയ്യുന്നത്. അപ്പോൾ വലിയ ട്രെയിനിലേക്ക് തൂക്കിയിട്ട് അവിടെ വലിയ പരിപാടി നടത്തുന്നത്. ആൾക്കാർ ഓരോ ടീം വലിയ പൈസ നോക്കിയിട്ടാണ് ഈ കൃഷ്ണൻ്റെ പ്രോഗ്രാം നടത്തിക്കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും നല്ല രാത്രി ഷെഫായി അവിടെ ഒരു ഹോട്ടലിൽ കയറി വരെ നടന്നു കൊടുക്കുന്നത്. കാരണം ഈ അതിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഷവർമ മുറിയും പിന്നെ ചപ്പാത്തി നമുക്ക് നല്ലപോലെ ഫുഡ് കഴിച്ചു. കുറച്ച് ദിവസം നേരം കേരള ട്രഡീഷണൽ ഫുഡ് കിട്ടി സമാധാനമായി. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി റെയിൽവേ സ്റ്റേഷനാണ് കൂട്ടം ട്രെയിൻ ഇല്ല. അപ്പോൾ 11:45 ട്രെയിൻ വരുന്നത്. അപ്പോൾ അതിന് കാത്തുനിന്ന് ട്രെയിൻ ബുക്ക് ചെയ്താൽ ഞാൻ ഈസി ബുക്ക് ചെയ്യുന്നതായിരുന്നു. അങ്ങനെ നമ്മൾ എത്തി. അപ്പോൾ ഇനി നമുക്ക് ട്രെയിനിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ട്രെയിൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് തമിഴ്നാട്ടിലേക്ക് പോകുന്ന ട്രെയിനാണ്. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിലാണ് ഇവിടെ മംഗലാപുരം ഏരിയ വരെ ഉള്ളൂ. അപ്പോൾ എൻ്റെ 33 നമ്പർ സീറ്റ് കിട്ടി. അപ്പോൾ വിൻഡോ സീറ്റ് തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ ലഗേജ് വെച്ച് കുറച്ച് നടന്നു വിചാരിച്ചു. കാരണം 2 മണിക്കൂറാവും നമുക്ക് കണ്ണു എത്തണമെങ്കിൽ. അപ്പോൾ ഞാൻ വേഗം ലൈറ്റിൽ ഓഫ് ആക്കി നടക്കും.